പ്രമുഖ വിവർത്തന സാഹിത്യകാരനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ഇ.കെ. ദിവാകരൻ പോറ്റിയുടെ 21ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. KGS അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുടെയും ഗ്രാമീണ ജീവിതത്തിന്റെയുമായ അന്തസ്സത്ത് നമ്മളിലേക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ നാം ഇങ്ങനെ എടുത്തു നോക്കിക്കഴിയുമ്പോൾ അതിവിപുലമായ വിവർത്തന സാഹിത്യം കേരളത്തിലുണ്ട്, മലയാളത്തിലുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ വിവർത്തകരിൽ ഒരാൾ വള്ളത്തോൾ തന്നെയാണ്. 24ാമത്തെ വയസ്സിൽ അദ്ദേഹം ഋഗ്വേദം വിവർത്തനം ചെയ്തു. അത് വിവർത്തനത്തിന്റെ എല്ലാം മറ്റടിച്ച് ആദ്യ സെറ്റുമായിട്ട് കൊച്ചിയിൽ ചെറുപ്പത്തിൽ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ കണ്ടു ഒരു ഉണ്ടായി. അതിലും വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് പറഞ്ഞത് തനിക്ക് ഈ പുസ്തകത്തെ ഗ്രന്ഥത്തെ സ്പർശിക്കാൻ തന്നെ അർത്ഥമില്ലാത്തതാണ്. അത് ആ ഒരു അന്തരമുണ്ട്. ഫ്യൂഡൽ രാജാവ്, ഫ്യൂഡൽ അധികാരി. ചടങ്ങിൽ ദിവാകരൻ പോറ്റിയുടെ പേരുള്ള 20,000 രൂപയും സ്മൃതി ഫലകവും പ്രശസ്തി പത്രവും ഉൾപ്പെടുന്ന വിവർത്തന പുരസ്കാരം അദ്ദേഹം തുമ്പൂർ ലോഹിതാക്ഷന് നൽകി. ഗ്രാമിക ആരംഭിക്കുന്ന ഇ.കെ. ദിവാകരൻ പോറ്റി സ്മാരക വായനശാല ആൻഡ് ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനവും KGS നിർവഹിച്ചു. കവി P.N. ഗോപികൃഷ്ണൻ അധ്യക്ഷനായി. ഇന്ത്യൻ ഭരണഘടനയും പൗരത്വ സങ്കല്പവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് V.N. ഹരിദാസ് സ്മാരക പ്രഭാഷണവും പ്രൊഫസർ കുസുമം ജോസഫ് അനുസ്മരണ പ്രസംഗവും നടത്തി. ഡോക്ടർ T.M. സോമലാൽ, ഗ്രാമിക പ്രസിഡന്റ് P.K. കിട്ടൻ, സെക്രട്ടറി N.P. ഷിൻഡോ തുടങ്ങിയവർ സംസാരിച്ചു.